ബ്രസീൽ vs അർജന്റീന മത്സരത്തിൻ്റെ പവർ, അതിൻ്റെ മാറ്റ് നമ്മൾ ഫാൻസിൻ്റെ ഇടയിൽ മാത്രമാണെന്ന് കരുതിയോ? അങ്ങനെയല്ല. ഇപ്രാവശ്യത്തെ ഈ ഒരു ഗെയിമിന് ഒന്നും കൂടി ആവേശം നിറച്ചിട്ടുണ്ട് ഇരു ടീമുകളിലെയും താരങ്ങൾ, പ്രത്യേകിച്ച് ബ്രസീൽ ഫാൻസ്. റാഫിൻ്റെ പറഞ്ഞ വാക്കുകളാണ് ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ ചർച്ചയായത്. ഞങ്ങൾ ജയിക്കുകയും ചെയ്യും, ഞാൻ സ്കോർ ചെയ്യുകയും ചെയ്യും, വേണ്ടി വന്നാൽ കളത്തിന് പുറത്തും അവരെ നേരിടുമെന്നാണ് റാഫിനെ ഒരു മോശം വേർഡ് ഉൾപ്പെടെ ഉപയോഗിച്ച് കണ്ട് സംസാരിച്ചത്. ഇത്രക്കൊരു ദേഷ്യം വരാൻ റാഫിനയുടെ ഭാഗത്തു നിന്നും ഇത്തരം മോശം സംസാരം, മോശം എന്ന് പറയാൻ പറ്റൂല, എങ്കിലും ഇത്രയും ദേഷ്യം പിടിച്ചൊരു സംസാരം നമ്മൾ പ്രതീക്ഷിച്ചതല്ല അല്ലേ? കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കറിയാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇത്ര ദേഷ്യം വരാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ള ചിന്തിക്കുമ്പോൾ നമുക്കൊരു സീൻ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. 2021 തോന്നുന്നത് ഒരു ഒറ്റമേണ്ടിയുമായിട്ടുള്ളൊരു ഒറ്റമേണ്ടിൻ്റെ കയ്യിൽ നിന്നൊരു കുത്ത് റാഫിനെ കിട്ടിയിട്ട് 4-5 സ്റ്റിച്ച് അന്ന് കിട്ടിയിട്ടുണ്ട് റാഫിനേക്ക്. അതിൻ്റെ ദേഷ്യമാണോ, അതോ അർജന്റീനയോട്ട് ബ്രസീൽ തോൽക്കുന്നതാണോ, അതോ അർജന്റീന ബ്രസീൽ ഫാൻസ് കളത്തിന് പുറത്തുള്ള പ്രശ്നങ്ങളൊക്കെയാണോ എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ ചർച്ചയാവുന്നത്. എന്തായാലും റാഫിനയുടെ സംസാരം ഭയങ്കര ഒരു ചർച്ചയായിട്ടുണ്ട്. അത് മാത്രമല്ല, ഡീപോളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ ക്ലാസിക്കോ പോരാട്ടമാണ് ബ്രസീൽ vs അർജന്റീന. അതുപോലെ തന്നെ ബ്രസീൽ ക്യാപ്റ്റനും പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തോണ്ടിയിട്ടുണ്ട് പറഞ്ഞ് ഈ പറയില്ല എന്ന മാതിരി ബ്രസീലിന് അർജന്റീനക്കെതിരെ കളിക്കുമ്പോൾ റഫറിയെ നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് ഭയങ്കര ചർച്ചകൾ പുറത്ത് നടക്കുകയാണ്. ഏതായാലും നെയ്മർ ജൂനിയറും ലയണൽ മെസ്സിയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം മറക്കരുത് എന്ന് ഇതിനൊറ്റ മറുപടിയായിട്ട് പരിശീലകൻ സ്കലോണിയും മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിന് ആ ഒരു സീന്, ലയണൽ മെസ്സി നെയ്മർ ജൂനിയർ തമ്മിലുള്ള സൗഹൃദം നമ്മൾ ഓർക്കേണ്ടതാണ് എന്ന് സ്കലോണി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു മികച്ച ഒരു വാശിയേറിയ മത്സരം കളത്തിനകത്തും പുറത്തും നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും രണ്ട് ടീമിൻ്റെ ഫാൻസിനും താരങ്ങൾക്കൊക്കെ ഇത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് ബ്രസീൽ vs അർജന്റീന ക്ലാസിക്കൽ പോരാട്ടം.